പിന്നെ അതുപോലെ തന്നെ ക്ലോത്ത്, അതുപോലെ തന്നെ അതിൻ്റെ സ്പ്രിങ്ങുകൾ, ഇതിൽ വെക്കുന്ന മെറ്റീരിയൽ ഏതൊക്കെയാണ്, അതെല്ലാം നമുക്ക് സെലക്ട് ആക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. വെൽക്കം ടു ഡെക്കോർ കാസിൽ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സോഫയുടെ ഒരു ഔട്ട്ലെറ്റിലാണ്. ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ്. ഇവിടെ പ്രൊഡക്ഷനും കാര്യങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ മോഡൽസും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കൊരു സെറ്റ് എങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നു എങ്ങനെയുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. നമ്മൾ സാധാരണ ഈ മോഡുലാർ ടൈപ്പ് സോഫ്റ്റ്വെയർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സിംഗ് എന്നുള്ളത് എല്ലാവർക്കും അറിയണമെന്നില്ല. നമ്മൾ ആ ഫ്രണ്ടിലത്തെ ആ ഒരു കുഷ്യൻ വെച്ചുള്ള സംഭവം മാത്രം നമ്മൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. എന്താണ് ഇതിന്റെ ഇന്റേണൽ ഉള്ളതെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സോഫ മേക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് അതിൻ്റെ മേക്കിംഗ് എങ്ങനെയാണ്, അതിൽ എന്തൊക്കെയാണ് കണ്ടന്റുകൾ, എങ്ങനെയാണ് അത് ഇൻസ്റ്റലേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളത് കാണിക്കാൻ പോണത്. ആദ്യം നമ്മൾ സോഫ നമ്മൾ തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ കുറച്ച് മോഡലുകളുണ്ട്, ഒത്തിരി മോഡലുകളുണ്ട് സോഫയുടെ. അപ്പോൾ നമ്മൾ ആദ്യം ഇവരുടെ മോഡലുകൾ നമുക്ക് കാണിച്ചു തരും, നമുക്ക് ഏതൊക്കെ മോഡൽ വേണം. അപ്പോൾ ഇന്ന മോഡല് നമുക്ക് തീരുമാനമായി കഴിഞ്ഞാൽ നമ്മൾ അവരാദ്യം എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈറ്റ് പോയി ആദ്യം വരും നോക്കും. എന്നിട്ട് അതിൻ്റെ സൈസ് അനുസരിച്ച് അത് അളവുകൾ കാര്യങ്ങളൊക്കെ നോക്കും. അതായത് 2 സീറ്റ്, സിംഗിൾ സീറ്റ്, 4 സീറ്റ്, അങ്ങനെയാണ് അതിൻ്റെ ഡിവൈഡിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കത് ഡബിൾ സീറ്റുകൾ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ഡബിൾ സീറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ അതിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ട് ആ മെഷർമെൻറ്റിനനുസരിച്ച് നമുക്ക് സെറ്റ് കാര്യങ്ങൾ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മോഡൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അതിൻ്റെ ക്ലോത്ത് കാര്യങ്ങൾ, അതിൻ്റെ ഇടുന്ന ഫോമുകൾ, അതിൻ്റെ ഡെൻസിറ്റി കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നത്. അത് നമുക്ക് വളരെ ലോ ബഡ്ജറ്റിലും ചെയ്യാം, എന്നാൽ നമുക്ക് നല്ല പ്രീമിയത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് വുഡിലാണ് ഇതിൻ്റെ ഫുൾ ഫ്രെയിം വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഇപ്പോൾ മോഡൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇത് ഫുൾ വുഡ് വെച്ചിട്ട് അതിൻ്റെ ഫ്രെയിം വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഈ ഫ്രെയിം വർക്ക് തന്നെ നമുക്ക് പ്ലൈവുഡിലും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബഡ്ജറ്റ് നേരെ പകുതിയിലേക്ക് വരും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ലോ ബഡ്ജറ്റ് സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒടിഞ്ഞൊക്കെ പോകുന്നത് അതുകൊണ്ടാണ്. ഇതിപ്പോൾ നമുക്ക് വുഡിലൊക്കെ ചെയ്യുമ്പോൾ അത്ര നല്ല സ്ട്രോങ്ങിലായിട്ടിരിക്കും ഇരിക്കുക. അപ്പോൾ അതിന് റേറ്റ് ഇത്തിരി കൂടുന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് നാളുകൾ, അതായത് ലൈഫ് ലോങ് പോലെ നമുക്കത് കിടക്കും. അല്ലാത്ത കേസിലാണ് നമ്മളിപ്പോൾ ഈ നിസാര വിലയ്ക്ക് നമ്മൾ മേടിക്കുന്ന സെറ്റുകൾ കുറച്ചൊക്കെ ഒടിഞ്ഞൊക്കെ പോകുന്നത് അതുകൊണ്ടാണ്. അതിൻ്റെ കുഷൻ പോണതും അതിൻ്റെ ഫോമിൻ്റെ ഡെൻസിറ്റി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഡെൻസിറ്റി നമ്മൾ കാണുമ്പോഴൊക്കെ ഒരേപോലെ തോന്നുന്നുണ്ടെങ്കിലും അതിൻ്റെ ഡെൻസിറ്റി കാര്യങ്ങൾ, അതുപോലെ നല്ല കമ്പനി ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ ലോങ് ലൈഫിലേക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ആദ്യമായിട്ട് വരുന്നതിൻ്റെ സ്ട്രക്ചേഴ്സ് ഫുള്ളായിട്ട് ഇവിടെ വുഡിലാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് പ്ലൈവുഡിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഫുള്ളായിട്ട് ഇതിൻ്റെ സ്ട്രക്ചർ ഡിസൈൻസ് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സ്ട്രക്ചർ അവരിങ്ങനെ അടിക്കും. അതിനുശേഷമാണ് അതിൻ്റെ ഫ്രെയിമിങ് കാര്യങ്ങളൊക്കെ ബോക്സ് പോലെ അവർ പ്ലൈവുഡിൽ അടിക്കും. അത് പ്ലൈവുഡ് ഈ പറഞ്ഞ പോലെ കൊമേഴ്ഷ്യൽ ഉണ്ട്, മറൈൻ പ്ലൈവുഡൊക്കെ ഉണ്ട്. അതായത് അത് ലോ ബഡ്ജറ്റ് പ്ലൈവുഡ് ഉണ്ട്, കുത്തണ പ്ലൈവുഡ് ഉണ്ട്. അതൊക്കെ ആകുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കുത്തി പൊടി പോലെ വരും. നല്ല പ്ലൈവുഡ് ആണെങ്കിൽ നമുക്ക് ലോങ് ടൈം റണ്ണായിട്ട് നിൽക്കും, വലിയ കുഴപ്പങ്ങളൊന്നും വരില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചർ വർക്ക് ആദ്യം ഇങ്ങനെ ചെയ്യും. ചിലപ്പോൾ അല്ലെങ്കിൽ സെറ്റിക്ക് ഇത്ര ഹൈറ്റ് കാര്യങ്ങളൊക്കെ വരണത് എങ്ങനെയാണെന്നൊക്കെ ഇതിൽ മെയിനായിട്ട് ഇതിൽ പോക്കറ്റ് സ്പ്രിങ് കാര്യങ്ങൾ കൊടുക്കും. ഇതിൽ മൊത്തം സ്പ്രിങ് ആണ്, എന്നിട്ട് അതിങ്ങനെ പാക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇതിങ്ങനെ സെറ്റ് ആയിട്ട് ഈ സാധനം വരാം. എന്നിട്ട് ഇത് ഈ ഒരു ഹൈറ്റ് വരും, ഇത് ഏകദേശം ഒരു 4 ഇഞ്ചോളം ഹൈറ്റ് വരുന്നുണ്ട്. അതിന് മുകളിലാണ് ഇതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള കുഷ്യൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സ്കൈ ഫോമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്നെസ് 32 ഡെൻസിറ്റി ഉള്ള ഫോമാണ്, വളരെ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇരിക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് ഇത് ഫീൽ ചെയ്യും. അപ്പോൾ ആദ്യം ബേസിക്കലി സ്ട്രക്ചർ അടിച്ചതിന് ശേഷം അതിന് മുന്നായിട്ട് നമ്മൾ ഇവരൊരു ഈ ടൈ പോലെ കോർക്കുന്നുണ്ടാവും. ഇതുപോലത്തെ ഒരു നൂല് വെച്ച് ടൈറ്റ് ചെയ്യും. ഇത് വെച്ചിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് അടിക്കും. എന്നിട്ട് അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് എണീക്കുമ്പോൾ അത് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഈ ബാൻഡ് പോലത്തെ സംഭവം നമ്മൾ ഇതിൽ ചെയ്യുന്നത്. ഇതിൽ ക്രോസ് ചെയ്തിട്ടുണ്ടാവും. നേരത്തെ കാണിച്ചിട്ടുള്ള മോഡൽ കാണാൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയിട്ട് അത് നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് എണീക്കുമ്പോൾ അത് റിട്ടേൺ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ അതങ്ങനെ കുഷ്യനായിട്ടിരിക്കും. അപ്പോൾ അത് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ടൈ വെച്ച് അവർ ക്രോസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പോക്കറ്റ് സ്പ്രിങ് വയ്ക്കും. അതിനുശേഷമാണ് ഈ ഫോം വെച്ച് അവരത് മോൾഡ് ചെയ്യും. ഫോം വെച്ച് മോൾഡ് ചെയ്ത് ഏകദേശം ഷേപ്പിലേക്ക് വരും. അതിനുശേഷമാണ് അതുപോലെ തന്നെ ഇതിന് അല്ലാതെ തന്നെ വേറൊരു മോഡൽ കൂടി ഉണ്ട്, ജസ്റ്റ് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇത് ഈ ഒരു സംഭവം കേട്ടോ, ഇത് ഫൈബർ പഞ്ചിന്റെയാണ്. അത് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇതും കൂടിയും ഈ സ്പോഞ്ചിന്റെ മുകളിൽ ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ കുഷ്യന്റെ ഇപ്പം നമ്മൾ സെറ്റിയുടെ മുകളിൽ ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു എയറിലിരിക്കുന്ന ഒരു ഫീൽ വരും.
ഭയങ്കര സോഫ്റ്റ് ആണ് ഈ സാധനം. അപ്പൊ നമ്മൾ കാണുന്ന ക്ലോത്തിന്റെ മുകളിൽ നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ ഒരു എയറിൽ നിൽക്കുന്ന ഒരു ഫീൽ വരും. അതാണ് ഈ ഒരു മെറ്റീരിയലിന്റെ പ്രത്യേകത. ഇത് നമ്മുടെ ഫൈബറിന്റെ തന്നെ എത്രയോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഇതിന്റെ മുകളിൽ 2 ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ സോഫ്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ എണീക്കുമ്പോൾ വളരെ ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യും. അതെന്തൊരു പ്രീമിയം സെറ്റുകളിലൊക്കെ നമ്മൾ ഇരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ തോന്നണം. നമ്മൾ ഒരു എയറിൽ ഇരിക്കുന്ന ഒരു ഫീൽ വരും. അത് ഇങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല ക്യൂട്ടായിട്ട് നല്ല പെർഫോമൻസ് ആയിട്ടുള്ള നല്ല സെറ്റുകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പ്രോസസ്സിങ് കാര്യങ്ങൾ കാണാനും പറ്റും. നമുക്ക് ഏത് മെറ്റീരിയൽ വേണം, അതായത് നമുക്കിപ്പോ ഈ പോക്കറ്റ് സ്പ്രിങ് ആയാലും ഇതിന്റെ ഫോം ആയാലും ഇതുപോലുള്ള ഈ ടൈപ്പ് ഫോം ആയാലും ഇതിന്റെ ക്ലോത്തുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് 250 തൊട്ട് ക്ലോത്തുകൾ കാര്യങ്ങൾ വരും. 250 തൊട്ട് 700, 800, 1000 റുപ്പീസ് വരെയുള്ള മീറ്ററിന് റേറ്റുള്ള ക്ലോത്തുകൾ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്ലോത്തുകൾ കാര്യങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെയാണ് നമുക്കൊരു സെറ്റിയുടെ ലോങ് ടൈം റണ്ണിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ കുറച്ചാൾ കഴിഞ്ഞാൽ ആ ഈ ക്ലോത്ത് ഒക്കെ ഡാമേജ് ആയി കഴിഞ്ഞാൽ സെറ്റിയുടെ ഭംഗി പോകും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഈ സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ക്ലോത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ മെയിനായിട്ട് നോക്കണം. എന്നിട്ട് വേണം നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഈ ഷോപ്പ് വരുന്നത് വരന്തരപ്പള്ളിയിലാണ്. വരന്തരപ്പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ഫാക്ടറിയിൽ വന്നിട്ട് ഇവരുടെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ നമുക്ക് കാണുകയും ചെയ്യാം. നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സെറ്റുകൾ കാര്യങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ക്ലോത്ത്, അതുപോലെ തന്നെ അതിൻ്റെ സ്പ്രിങ്ങുകൾ, ഇതിൽ വെക്കുന്ന മെറ്റീരിയൽ ഏതൊക്കെയാണ് അതെല്ലാം നമുക്ക് സെലക്ട് ആക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ റേറ്റിന്റെ കാര്യത്തിലായാലും നമ്മൾ ഷോപ്പിനേക്കാൾ വിട്ടിട്ട് എന്തായാലും 20% നമുക്ക് റേറ്റ് കുറവുണ്ടാവും. പക്ഷെ അതിനേക്കാൾ ഉപരി ക്വാളിറ്റി ഉള്ള സാധനത്തിൽ നമുക്ക് സെറ്റ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിന് ഒരു ടൈം ലിമിറ്റ് പറയുന്നുണ്ട്. ഒരു 10 days എങ്കിലും ഇവർക്ക് സമയം കൊടുക്കണം. കാരണം വെച്ചാൽ ഇവർക്ക് അത്യാവശ്യം നല്ല പ്രോസസ്സിങ്ങും ടൈമിങ് വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് അവർക്ക് അത്യാവശ്യം വർക്കുകളുള്ള ഷോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു 10 days എങ്കിലും അവർക്ക് കൊടുത്താൽ മാത്രമാണ് ഇവർക്ക് ഇത് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർ കാര്യങ്ങൾ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ വിളിക്കുക. അപ്പോൾ ഇവർക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ആളെ വിളിച്ചു കഴിഞ്ഞാൽ, സാബു എന്നാണ് ഈ സാറിൻ്റെ പേര്. അപ്പോൾ ആളെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാം. അതുപോലെ തന്നെ നമുക്ക് മോഡൽസുകൾ കാര്യങ്ങളൊക്കെ നോക്കി റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വീട് പണി നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ അടുത്തതായിട്ട് നമ്മൾ അടുത്തൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്